ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. എൻ്റെ പേര് അജിൻ. നമ്മളിന്ന് വീഡിയോ ചെയ്യുന്നത് ഇന്ന് KLDC എക്സാമിന് ലെങ്ത് ഓഫ് എ ക്രാങ്ക്ഡ് ബാർ കണ്ടുപിടിക്കാൻ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും റിസൾട്ട് കാണാതെ പിടിച്ച് തന്നെ വെക്കുന്നതാണ് നല്ലത്, ബൈ ഹാർട്ട് ചെയ്യുന്നതാണ് നല്ലത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെ ഞാനൊരു ബീം കാണിച്ചിട്ടുണ്ട്. ഈ ബീമിൽ ഫോർ ഇല്ലുസ്ട്രേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് ജസ്റ്റ് ഒരു ക്രാങ്ക്ഡ് ബാർ വരച്ച് കാണിച്ചിട്ടുണ്ട്. ക്രാങ്ക്ഡ് ബാർ എന്താണെന്ന് നമുക്ക് നോക്കാം. ക്രാങ്ക്ഡ് ബാർ എന്ന് വെച്ചാൽ നമ്മൾ ഒരു സ്ട്രെയിറ്റ് ബാറിനെ സാഗിങ് പോർഷൻ കഴിഞ്ഞിട്ട് നമ്മളതിനെ ബെൻഡ് ചെയ്തിട്ട് സപ്പോർട്ട്സിൻ്റെ അടുത്ത് വരുമ്പോൾ അതിനെ ക്രാങ്ക് ചെയ്ത് ടോപ്പിലേക്ക് കൊണ്ടുപോകും. ബീമിനെ ബെൻഡ് ചെയ്ത് ടോപ്പിലേക്കും കൂടെ കൊടുക്കും. ഇതെന്തിനാണ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു ഫിക്സഡ് ബീമാണെങ്കിൽ, നമുക്കിവിടെ ഒരു ഫിക്സഡ് ബീമാണെങ്കിൽ ഇതിനകത്ത് ബെൻഡിങ് സംഭവിക്കുന്നത്, ഡിഫ്ലക്ഷൻ സംഭവിക്കുന്നത് ഇങ്ങനെയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഡിഫ്ലക്ഷൻ ഇങ്ങനെയാണ്. അപ്പോൾ മിഡ് സ്പാനിൽ സാഗിങ്ങും സപ്പോർട്ട്സിൽ ഹോഗിങ്ങും ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്കറിയാം, ഹോഗിങ് വരുവാണെങ്കിൽ നമ്മൾ മേളിൽ ടെൻഷനും താഴെ കംപ്രഷനും ആയിരിക്കും ഹോഗിങ് സ്റ്റേറ്റിൽ. സാഗിങ് കേസിൽ മിഡ് സ്പാനിലൊക്കെ ആണെങ്കിൽ, സാഗിങ് ആണെങ്കിൽ അവിടെ താഴെ ടെൻഷനും മേളിൽ കംപ്രഷനും ആയിരിക്കും. ഇങ്ങനെയാണ് ജനറലി നമുക്ക് ബീമിൽ ഒക്കർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ബെൻഡപ്പ് ബാർ കൊടുക്കുമ്പോൾ നമുക്ക് ടെൻഷനുള്ള ഭാഗത്തും കൂടെ കൂടുതൽ റീഎൻഫോഴ്സ്മെൻറ്റ് നമുക്ക് അലോട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ക്രാങ്ക് ചെയ്ത് കൊടുക്കുന്നത്. ക്രാങ്ക് ചെയ്യുന്ന ബെൻഡ് ചെയ്ത് കൊടുക്കുന്നതിന് ക്രാങ്ക് ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നത്. അപ്പം ഈ ബാറിനെയാണ് ക്രാങ്ക്ഡ് ബാർ എന്ന് പറയുന്നത്. ഈ ക്രാങ്ക്ഡ് ബാറിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാനായിരുന്നു ഇന്നത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ഇത് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് ബീമിൻ്റെ എഫക്റ്റീവ് ലെങ്ത് L എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് അസ്യൂം ചെയ്യാം ഈ ബാർ ഈ സപ്പോർട്ട് കോളത്തിൻ്റെ സെൻറ്റർ കൊടുത്തെന്ന് വിചാരിക്കുക. അപ്പോൾ എഫക്റ്റീവ് ലെങ്ത് L എന്ന് പറയുന്നത് നമുക്ക് ഈ ബാറിൻ്റെ ലെങ്ത് ആയിട്ട് തന്നെ എടുക്കാം. എഫക്റ്റീവ് ലെങ്ത് Lനെ നമുക്ക് ബാറിൻ്റെ ടോട്ടൽ ലെങ്ത് ആയിട്ട് എടുക്കാം. ടോട്ടൽ ലെങ്ത് അല്ല, സ്ട്രെയിറ്റ് ലെങ്ത്. ഓക്കെ, അപ്പോൾ ഈ ബാറ് സ്ട്രെയിറ്റ് ആയിരുന്നെങ്കിൽ ഇതിൻ്റെ ലെങ്ത് L ആയിരുന്നു. ഈ ക്രാങ്ക് ചെയ്ത പോർഷൻ ഒന്ന് നോക്കാം. അവിടെ 45 ഡിഗ്രിയാണ് ക്രാങ്ക് എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. 45 ഡിഗ്രി ക്രാങ്ക് ആവുമ്പോൾ ഈ ഇൻക്ലൈൻഡ് ലെങ്ത് എന്ന് പറയുന്നത് tan 45 എടുത്താൽ ഡെപ്ത് ഡി എന്ന് പറയുന്നത് ഡെപ്ത് ഓഫ് ക്രാങ്കിങ്ങാണ്. എത്ര ഡെപ്തിൽ ഇത് ക്രാങ്ക് ചെയ്തിട്ടുണ്ടെന്നാണ് ഡെപ്ത് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് tan 45 എടുക്കുമ്പോൾ നമുക്ക് ഈ ഹൊറിസോണ്ടൽ ലെങ്തും ഡി എന്ന് തന്നെ കിട്ടും. tan 45 ഡി ബൈ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് കിട്ടും, ആൻസർ കിട്ടും. അപ്പോൾ ഡി എന്ന് കിട്ടും. അപ്പോൾ ഈ ഡിസ്റ്റൻസും ഡി ആണ്, ഈ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ഡി ആണ്. നമുക്കിനി ഈ ക്രാങ്ക്ഡ് പോർഷൻ ഇല്ലാതെ ഈ ബാറിൻ്റെ ലെങ്ത് എത്രയാണെന്ന് നോക്കാം. ക്രാങ്ക്ഡ് പോർഷൻ ഇല്ലാതെ ഈ ബാറിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് L-2D ആയിരിക്കില്ലേ, കാരണം ഈ ഡിസ്റ്റൻസ് ഡി ആണ്, ഇതും ഡി ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ടോട്ടൽ ലെങ്തിൽ നിന്ന് L കുറച്ചാൽ മതിയല്ലോ, L-2D അങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി നമുക്കിനി ഈ L-2Dയുടെ കൂടെ നമുക്ക് ഈ ക്രാങ്ക് ചെയ്ത ലെങ്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ ലെങ്ത് കിട്ടില്ലേ. ഈ രണ്ട് ക്രാങ്ക്ഡ് ലെങ്തും ഈ L-2Dയുടെ കൂടെ ആഡ് ചെയ്താൽ നമുക്ക് ടോട്ടൽ ലെങ്ത് കിട്ടില്ലേ. അപ്പോൾ അതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ക്രാങ്ക്ഡ് ലെങ്ത് എത്രയാണെന്ന് കണ്ടുപിടിക്കണം, ഇൻക്ലൈൻഡ് ലെങ്ത് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഇൻക്ലൈൻഡ് ലെങ്ത് നമുക്ക് പൈതഗോറസ് തിയറം വെച്ച് കണ്ടുപിടിച്ചൂടെ. നമുക്കറിയാം ഈ ഡിസ്റ്റൻസ് നമുക്ക് ഡി ആണെന്ന് കിട്ടി. tan 45 എടുത്തപ്പോൾ ഡി ആണെന്ന് കിട്ടി. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് പൈതഗോറസ് തിയറം വെച്ചിട്ട് d² ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? √2D. √d² ചെയ്യുമ്പോൾ √2D എന്ന് കിട്ടും. അപ്പോൾ അങ്ങനെ ഇവിടെയും √2D എന്ന് കിട്ടി, ഇവിടെയും √2D എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ഈ കണ്ടുപിടിക്കുന്ന ടോട്ടൽ ലെങ്ത് കണ്ടുപിടിക്കണം. നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട് ക്രാങ്ക്ഡ് പോർഷൻ ഇല്ലാതെ L-2D ആണെന്ന് നമുക്കറിയാം, L-2D. അപ്പോൾ ഇനി ക്രാങ്ക്ഡ് പോർഷനും കൂടെ നമുക്ക് ആഡ് ചെയ്യണം. 2√2D ആണ് ക്രാങ്ക്ഡ് പോർഷൻ കൂടെ ആഡ് ചെയ്യുമ്പോൾ ഉള്ള ആൻസർ. അപ്പോൾ നമുക്കിങ്ങനെ കിട്ടും. ഇത് സോൾവ് ചെയ്യാൻ നമുക്ക് L+2 കോമൺ എടുത്ത് കഴിയുമ്പോൾ നമുക്ക് √2D - D എന്ന് കിട്ടും. √2 എന്ന് പറഞ്ഞാൽ 1.414 എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ നമുക്ക് 1.414D - D ചെയ്യുമ്പോൾ 0.414D എന്ന് കിട്ടും. അങ്ങനെയാണ് നമ്മൾ ഈ റിസൾട്ടിൽ അറൈവ് ചെയ്യുന്നത്. ഓക്കെ, വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുള്ളായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.